വെൽക്കം ടു എവർ ടേസ്റ്റ് ബഡ്സ്. ഇന്നത്തെ റെസിപ്പി ഓറിയോ ചോക്ലേറ്റ് മൂസ് ആണ്. അതിനായി നമുക്ക് ആദ്യം തന്നെ ബിസ്ക്കറ്റ് എടുത്ത് ഒരു മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. അത് നന്നായിട്ട് പൊടിയണമെന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റ് പൗഡർ നമുക്ക് അതിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബിസ്ക്കറ്റ് പൗഡർ കുറച്ച് ഫൈനായി പോയാലും കുഴപ്പമില്ല. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ടാലും മതി. അപ്പോൾ ആ ബേസിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും, നമുക്ക് ജസ്റ്റ് കടിക്കാനൊക്കെ കിട്ടും സെറ്റായി കഴിയുമ്പോൾ. അതിനുശേഷം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് മൈക്രോവേവിലാണ്. അങ്ങനെയാണെങ്കിൽ ചോക്ലേറ്റ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മളൊരു 40 to 60 സെക്കൻഡ് മൈക്രോവേവിൽ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു വിസ്ക് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റ് റെഡിയായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നവർക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ മൈക്രോവേവിലാണത്, നമുക്ക് ഏറ്റവും ഈസി അതാണ്, പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിരിക്കുന്ന ബാക്കി പൗഡറില്ലേ, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടേക്കായിട്ട് കട്ട പിടിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ബ്ലോക്കായി പോകും. അപ്പോൾ നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് അത് മാറ്റാനായിട്ട്. അതിനുശേഷം ആ പൈപ്പിംഗ് ബാഗിൻ്റെ മോൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് എയർ ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റിന് മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ബേസ് സൈഡ് നന്നായിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ അമർത്തി നമ്മളത് ലെവലാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ജസ്റ്റ് ഒന്ന് ഒരു സിസർ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തെടുക്കുക. അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നെക്സ്റ്റ് ലെയറായിട്ട് മെൽറ്റഡ് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് സെയിം സ്റ്റെപ്പ് തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ ഇതിൽ നമ്മൾ അടുത്ത ലെയറിങ് ചെയ്യുമ്പോൾ ഇതിൽ ബിസ്ക്കറ്റിൻ്റെ ബേസ് ഇടില്ല, അതിന് പകരം വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറാണ് നമ്മൾ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിൽ നേരത്തെ ബേസായിട്ട് വെച്ചിരുന്ന അതേ ചോക്ലേറ്റ് മിക്സാണ് ഇതിൽ ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുകളിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സിൽവർ ബോൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മാത്രം ജസ്റ്റ് ക്രഷ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഹാഫായി കട്ട് ചെയ്ത് വയ്ക്കുക, എങ്ങനെ വേണം ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചെയ്യുക. നിങ്ങളതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.